നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10 സെൻറ്റ് സ്ഥലം നിങ്ങൾ ഈ കാണുന്ന ചെറിയൊരു ക്വാർട്ടേഴ്സ് 3 പാർട്ടിക്ക് വാടക കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വാർട്ടേഴ്സ്, ഒരു ആവറേജ് ഒരു ക്വാർട്ടേഴ്സ്. ചെറിയ വില വെറും 15 ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത്. അതും കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് നീക്കുപോക്കുകളുണ്ടാവും. നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിങ് റോഡാണ് വരുന്നത്. തൊട്ടടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട്. ഇതുണ്ടാക്കും തൊട്ട് ചാരിയിട്ട് ഇവിടെ റബ്ബർ തോട്ടാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ അതിലൊക്കെ വഴികൾ പോകുന്നുണ്ട്. ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ. പിൻഭാഗത്ത് സൈഡിൽ ഇവിടെയൊക്കെ വീടുകളുണ്ട്. അപ്പം നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ്. വെള്ളം ഒക്കെ യഥേഷ്ടം വെള്ളമൊക്കെ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു കുഴപ്പമില്ലാത്ത നല്ലൊരിത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് ആർക്കെങ്കിലും ചെറിയ കച്ചവടം തുടങ്ങാം. നമ്മൾക്ക് താമസിച്ചുകൊണ്ട് ചെറിയ ചായക്കട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തുടങ്ങാൻ പറ്റുന്നൊരു ഏരിയയാണ്. ഇനി അതല്ല, നമ്മൾക്കിത് വാങ്ങിച്ചിട്ട് കുറച്ചും കൂടെ മെയിൻറ്റെയിൻ വർക്ക് ഉണ്ട് കേട്ടോ. കുറച്ചൊരു പെയിൻറ്റൊക്കെ അടിച്ചിട്ട് ടൈലൊക്കെ ഒന്ന് ഒട്ടിച്ച് മെയിൻറ്റെയിൻ വർക്ക് എടുത്തിട്ട് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ചെറിയ വില ചോദിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, ആകെ 15 ലക്ഷം രൂപയാണ് ഇതിന് ചോദിക്കുന്ന വില. അതും കാലി സ്ഥലത്തിൻ്റെ വില പോലും ആയിട്ടില്ല. തൊട്ടടുത്ത് ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ നിരപ്പായിട്ടുള്ള സ്ഥലമാണ്. ഈ പ്ലോട്ടുകളൊക്കെ പോയിട്ടുള്ളത് ഏകദേശം 1.25-1.5 ലക്ഷം രൂപ വെച്ചിട്ടൊക്കെയാണ് സെൻറ്റിന് ഇവിടെ പോയിട്ടുള്ളത്. അപ്പോൾ വിൽപ്പന അർജൻറ്റായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. മെയിൻ അങ്ങാടിയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരപരിധി മാത്രമാണ് ഇങ്ങോട്ടുള്ള വഴി ദൂരം. അതിലേക്ക് ടാറിങ് റോഡ് എല്ലാം നേരെ ഫ്രണ്ടിൽ കൂടെ തന്നെ വരുന്നുണ്ട്. നല്ല കായ്ഫലമുള്ള ഒരു തെങ്ങുണ്ട്. ഇനി ഇതിൻ്റെ ഉൾഭാഗത്ത് ഇപ്പോൾ ഇത് കണ്ടിട്ടുള്ളതൊക്കെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തില്ല, കമ്പിയും പട്ടയാണത്. ഇതുണ്ടോ ഇവിടെ ഇത് നമ്മൾ പൊളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് കമ്പിയും പട്ടയും ഇരുമ്പ് വിറ്റാൽ തന്നെ നല്ലൊരു സംഖ്യ കിട്ടും. അപ്പോൾ ഇതിൽ നിലവിൽ ആദ്യം അണ്ണന്മാർക്ക് തമിഴന്മാർക്ക് വാടകയ്ക്ക് കൊടുത്തിരുന്നു. ഇപ്പോൾ കച്ചവടമായ മുറക്ക് അവരൊക്കെ ഒഴിപ്പിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് ഇതിൻ്റെ ഉൾഭാഗം ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അടിഭാഗത്ത് ഇതുപോലുള്ള 2 ക്വാർട്ടേഴ്സ്, മുകൾ ഭാഗത്തൊരു ക്വാർട്ടേഴ്സ്, ഒക്കെ ഒരു റൂം, ഒരു ഹാള്, ഒരു കിച്ചൺ, 2-3 സെപ്പറേറ്റ് ആയിട്ട് ബാത്റൂം വേറെയുണ്ട്. അപ്പോൾ ഇങ്ങനെ കയറി വരുമ്പോൾ അടിഭാഗത്ത് ഫസ്റ്റ് ഇങ്ങനെ ഒരു ഹാള്, അടിഭാഗം കാവ്യമായിട്ടുള്ളത് കേട്ടോ. ഇവിടെ റൂം വരുന്നുണ്ട്. റൂമൊക്കെ ഒരു ആവറേജ് സൈസ്. പിന്നെ ഇവിടെ ഈ വെച്ചിട്ടുള്ളതൊക്കെ കമ്പിയാണ്, സ്ക്വയർ പൈപ്പാണ്. മുകൾ ഭാഗം ഡ്രസ് വർക്ക് ചെയ്തിട്ട് GA ഷീറ്റ് ഇട്ടതാണ്. ഒക്കെ ഫുള്ള് ഇതാണ്. ഒരു കൊട്ട് പെയിൻ്റ് അടിക്കണം. അപ്പോൾ അതൊരു കുറച്ചൊരു വൃത്തികേടുണ്ട്. അപ്പോൾ പെയിൻറ്റിങ്ങും ഒന്ന് ഇനി ടൈലൊക്കെ ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഉഷാറാകും. ചെറിയ ലെവലിൽ വാടക കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അവിടെ റൂം, ഒരു ഹാള്, ഇനി ലെങ്തി ആയിട്ട് നീളത്തിലൊരു കിച്ചണ്, ഇവിടെ ഒരു വിറകടുപ്പ് വരുന്നുണ്ട്. ഇവിടെയും ഒരു റൂം വരുന്നുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഫുള്ളായിട്ട് കമ്പിയും പട്ടയും വെച്ചാണ്. സ്ഥലം ബാക്കൊക്കെ ഉണ്ട് കേട്ടോ. അത് ടോട്ടലി 10 സെൻറ്റ് സ്ഥലമുള്ളത്. ഇവിടെ ഒരു ബാത്റൂം. അതാണ് ഈ ഒരു ക്വാർട്ടേഴ്സിൻ്റെ ഒരിത്. സാധാരണ നാടൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. കാവ്യാണ്, പൈപ്പ് ലൈൻ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അടിഭാഗത്തെ രണ്ടാമത്തേതാണിത്. ഇവിടെ ഇതേപോലെ തന്നെ ഒരു ഹാള് വരുന്നുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം മെയിൻ സ്ലാബ് കേട്ടോ, കോൺക്രീറ്റ് സ്ലാബാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ കുറച്ച് ഭാഗം ഷീറ്റ് ഇട്ട് ഇറക്കിയതാണ്. ഇതിൻ്റെ റൂഫിങ് ചെയ്തിട്ടുള്ളത് മെയിൻ സ്ലാബാണ്, കോൺക്രീറ്റ് സ്ലാബാണ്. അവിടെ റൂം, ഇങ്ങനെ ഇവിടെ ഒരു ഹാള് വരുന്നുണ്ട്. ഇവിടെ ഒരു വിറകടുപ്പ്, ഇവിടെ ഒരു റൂം. അപ്പോൾ ചെറിയ 2 റൂം, ഒരു ഹാള്, വലിയൊരു കിച്ചണ്, ഇവിടെ ഒരു വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇവിടെ മെയിൻ സ്ലാബാണ്, ടെറസാട്ടോ, മരത്തിൻ്റെ കോണിയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഹാള് ഫുള്ള് ഗ്രില്ലൊക്കെ വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട്. നല്ല കണ്ടമാനം GI വർക്കുകൾ, ഇൻഡസ്ട്രിയൽ വർക്കുകളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വലിയ ലെങ്തി ആയിട്ടുള്ള നല്ലൊരു ഹാള്, 2 റൂം, ഒരു ബാത്റൂം. ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രസ് വർക്ക് ചെയ്തിട്ട് കമ്പിയും പട്ടയും വെച്ചിട്ട് മുകൾ ഭാഗം ഓട് മേഞ്ഞതാണ്. അപ്പോൾ അടിഭാഗം കാവ്യാണ്. ഇവിടെ ഒരു വിറകടുപ്പുണ്ട്. മുകൾ ഭാഗത്ത് ഇങ്ങനെ 2 റൂം, ഇവിടെ ഒരു സാധാരണ ഒരു ക്ലോസറ്റ്. ഇനി നമ്മൾക്ക് എടുത്തിട്ട് റൂമുകളൊക്കെ ഇടച്ചോമാരൊക്കെ തട്ടിക്കാട്ടിനോട് ഒന്ന് ലെവലാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റും. ഇനി അതല്ല, അതുപോലുള്ള പെയിൻ്റൊക്കെ അടിച്ചിട്ട് വാടക കൊടുക്കണമെങ്കിൽ വാടക കൊടുക്കുക. ഇനി അതും അല്ലെങ്കിൽ മൊത്തത്തിൽ പൊളിച്ച് കളഞ്ഞിട്ട് ആ ഇരുമ്പ് കമ്പി പട്ടതൊക്കെ വിറ്റിട്ട് മൊത്തത്തിൽ പൊളിച്ച് കഴിഞ്ഞിട്ട് ഫ്ലാറ്റിൽ സ്ഥലം നിരപ്പാക്കിയിട്ട് നമ്മൾക്ക് നല്ല വീട് വെക്കണമെങ്കിൽ വീട് വെക്കുക. ടാറിങ് റോഡ് സൈഡിലായിട്ടുള്ള 10 സെൻറ്റ് നല്ല സ്ഥലം, നല്ല കായ്ഫലുള്ള തെങ്ങുണ്ട്. ബാക്ക് ഭാഗത്ത് കുറേ തേക്കിൻ തൈകൾ, അങ്ങനെയുള്ള കുറച്ച് മരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഈ റോഡിൻ്റെ ഈ ജംഗ്ഷനിൽ ഈ വളവിലായിട്ട് ഇവിടെയൊക്കെ നിരവധി വീടുകളുണ്ട്. ഒരു ചെറിയൊരു നിസ്കാരപ്പള്ളി ഉണ്ട്, ഒരു ചായക്കട, അതുപോലെ തന്നെ പലകട, അങ്ങനെയുള്ള കടകളൊക്കെ ആ ഭാഗത്തുണ്ട്. ഇതുണ്ട്, നല്ല കായ്ഫലുള്ളൊരു തെങ്ങുണ്ട്. അപ്പോൾ ഇളങ്കൂർ ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. ഇളങ്കൂർ ടൗണിൽ നിന്ന്, ഇളങ്കൂർ അങ്ങാടിയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ
പുതിയ വഴിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. പുതിയ വഴിക്കടവ് ഇളങ്കൂർന്ന് 1 കിലോമീറ്റർ ടാറിങ് റോഡ് സൈഡ്. അപ്പോൾ ഇതാണ് പ്രോപ്പർട്ടി. 10 സെൻറ്റ് സ്ഥലമുണ്ട്. നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതിൽ വെള്ളത്തിനായിട്ട് ഇനി പറയണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തത് ഒന്നിച്ചൊരു പ്ലോട്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് 10 സെൻറ്റ് മുറിച്ച് കൊടുത്തതാണ്. അപ്പോൾ തൊട്ടടുത്തുള്ള ആ പ്ലോട്ടിലാണ് ഇപ്പോൾ നിലവിൽ കിണറുള്ളത്. ഇനി നമ്മൾക്കിതിൽ കിണർ കുഴിക്കുകയാണെന്നുണ്ടെങ്കിൽ JCB വെച്ചിട്ട് മാന്തി കഴിഞ്ഞാൽ വെള്ളം കിട്ടും. കാരണം അത്രയും ചെറിയ ആഴത്തിൽ യഥേഷ്ടം വെള്ളം കിട്ടുന്നൊരു ഏരിയയാണ്. കിണർ കുഴിക്കാൻ വലിയ ചിലവുകളോ വരുന്നില്ല. അപ്പോൾ നിലവിലിപ്പോൾ അവിടെ നിന്ന് തൊട്ടടുത്തുള്ള ഈ ഒരു പ്ലോട്ടിൽ നിന്ന് അവർ മോട്ടർ വെച്ചിട്ടുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അത് കുറച്ച് കാലത്തേക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടി. 10 സെൻറ്റ് സ്ഥലം 15 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. ചെറുതായിട്ട് നീ കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകളുണ്ടാവും. അർജൻറ്റ് വിൽപ്പനയാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എൻ്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബായ്.